ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണുക. വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. രാവിലത്തെ ജോലിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലത്തെ ഫുഡെല്ലാം കൊണ്ടാണ് പോയത്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ എബി ഇച്ചിരി നേരം കിടന്നുറങ്ങാമെന്നും പറഞ്ഞ് പോയി കിടന്നുറങ്ങുവാണ് കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ അധികം വിളിക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു 8 മണി വരെയൊക്കെ കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ എനിക്കും വിശപ്പടിച്ചു ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും. പിന്നെ എന്തായാലും ഇനി അവനെ കിടത്താൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇത് ലീവാണെന്ന് കരുതിയിട്ട് ഒരുപാട് നേരം കിടത്തി ഉറക്കിയ പിന്നീട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അവൻ എഴുതിക്കാനും പിന്നെ മടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു 8 മണി വരെയൊക്കെ കിടന്നുറങ്ങി കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചു, ജോലികളെല്ലാം ഒതുക്കി. അങ്ങനെ ഇരുന്ന സമയത്തേക്കും ചേട്ടൻ്റെ അമ്മയും അച്ഛനും ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ വന്നപ്പോഴത്തേക്ക് 2 ബിരിയാണി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം എബി കഴിച്ചിട്ടുണ്ടായിരുന്നു. പകുതി അവൻ വെച്ചു കേട്ടോ രാത്രി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഒരെണ്ണം ഞാനും ചേട്ടനും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഉറക്കമൊക്കെ പാസ്സാക്കിയതിന് ശേഷം ഞാനും ചേട്ടനും കൂടെ വെങ്ങാനൂർ വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധനങ്ങളൊക്കെ വാങ്ങിയാൽ. അപ്പോൾ ഈ ഒരു സംഭവം കണ്ടോ, ചിക്കൻ വെട്ടുന്ന കടയിൽ പോയതാണ് കേട്ടോ. എനിക്കിരിക്കാനായിട്ട് ചേട്ടൻ തന്ന സ്ഥലമാണ്. വന്നു അവിടെ ഇരുന്നോന്നും പറഞ്ഞ് എന്നെ വിളിച്ച് വരുത്തിയിട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇരിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയിൽ എനിക്ക് കളിയാക്കിയതാണ് കേട്ടോ. അപ്പോൾ ചേട്ടനിപ്പോൾ സാലറിയൊക്കെ വരുന്നത്, സാലറി എന്ന് വെച്ചാൽ ഡെയിലിയുള്ള ശമ്പളം വരുന്നത് ഗൂഗിൾ പേ വഴി ആയതുകൊണ്ട് തന്നെ മിക്ക ദിവസവും ഇപ്പം വെങ്ങാനൂർ പോയാണ് ATM നിന്ന് ക്യാഷ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ATM നിന്ന് ക്യാഷ് എടുത്തിട്ടാണ് ചിക്കൻ വാങ്ങിക്കാൻ പോയി. പിന്നെ നേരെ തൊട്ടടുത്ത് ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയി കേട്ടോ. എനിക്ക് കുറച്ച് കേക്കിൻ്റെ വിപ്പിംഗ് ക്രീമും കാര്യങ്ങളും വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് വാങ്ങിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ വിപ്പിംഗ് ക്രീം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എന്തായാലും നേരെ തൊട്ടടുത്ത് പോയി ഫ്രൂട്ട്സ് കടയിൽ പോയി കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി. കാരണം നാളത്തെ ദിവസം എന്ന് വെച്ചാൽ നമ്മുടെ പള്ളിയിൽ വിശ്വാസ പരിശീലന ദിനമാണ്, സൺഡേ സ്കൂളിൻ്റെ. അപ്പോൾ അതിന് വേണ്ടി കാഴ്ച സമർപ്പണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വാങ്ങിച്ചു. പിന്നെ നേരെ വന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പലഹാരവും വാങ്ങി. പിന്നെ അടുത്ത് പനങ്ങോട് വന്നിട്ട് നമ്മൾ അശ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു കയർ വാങ്ങി കേട്ടോ. നേരത്തെ ഉണ്ടായിരുന്ന അശ തെങ്ങിൻ്റെ ഓല വന്ന്, അതായത് തെങ്ങിൻ്റെ മടലുണ്ടല്ലോ, അത് വന്ന് വീണിട്ട് 2ആയിട്ട് അത് പൊട്ടിപ്പോയി. ഇനി എന്തായാലും പ്ലാസ്റ്റിക്കിൻ്റെ കയറ്, നല്ല കയറൊക്കെ വാങ്ങി ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട് ഒരു കയറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും കൊണ്ടുവന്നതിന് ശേഷം വീട്ടിൽ വന്നു, ചായയൊക്കെ കുടിച്ചു, വിശാലമായിട്ടിരുന്നു. വീട്ടിലോട്ട് ഫോൺ വിളിച്ചു കേട്ടോ. ഇപ്പോൾ അവരാരും വീട്ടിലില്ല, എല്ലാവരും ടൂറിലാണ് കേട്ടോ. നമ്മുടെ പള്ളിയിൽ നിന്ന് തന്നെ ടൂറ് പോയിട്ടുണ്ടായിരുന്നു, വാഗമണ്ണ്. പക്ഷേ അവിടെ മണ്ണിടിച്ചിലും കാര്യങ്ങളായതുകൊണ്ട് തന്നെ വാഗമണ്ണ് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പകരം വേറെ ഏതൊക്കെ സ്ഥലങ്ങളൊക്കെയാണ് അവർ പോയത്. അപ്പോൾ തിരിച്ചു വരുന്നുള്ള വിശേഷങ്ങളാണ് അവർ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു തന്നത്. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. ഞങ്ങൾ പള്ളിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ പള്ളിയിലെ ആരാധനയും കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫോണിൽ ചാർജ് അപ്പോഴത്തേക്കും തീർന്നു പോയി കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ പള്ളിയിലെ ഒരു കാര്യങ്ങളും വീഡിയോ എടുക്കാനായിട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ വന്ന് ഗോതമ്പ് ദോശയും കടലക്കറിയൊക്കെ കഴിച്ചു. അപ്പോൾ തലേ ദിവസം ഞാൻ കുളിച്ച സമയത്ത് അലക്കിയിട്ട് ഡ്രസ്സ് എടുത്ത് മുകളിൽ കൊണ്ട് വിരിച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇച്ചിരി വെയിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തായാലും തുണികളൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു. ഇനി തൊട്ട് താഴെ ഇടാം കേട്ടോ. താഴെയൊക്കെ ചേട്ടൻ ശരിയാക്കുന്നുണ്ട്. അതെന്തായാലും ഇപ്പോൾ എന്തായാലും ഇച്ചിരി കാറ്റൊക്കെ ഉണ്ടല്ലോ. ഈ ഒരു കാറ്റത്ത് കിടന്ന് തന്നെ നന്നായിട്ട് അതൊന്ന് ആ ഒരു വെള്ളമൊക്കെ വാർന്ന് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ നനച്ചിട്ട് എല്ലാ ഡ്രസ്സുകളും കൊണ്ടുവന്ന് മുകളിൽ കൊണ്ടാണ് വിരിച്ചിട്ടത്. പിന്നീട് നേരെ താഴോട്ട് വന്നിട്ട് പിന്നീട് എൻ്റെ ഉച്ചത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഞാൻ നിന്നു കേട്ടോ. അപ്പോൾ ഉച്ചത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിന്നു എന്ന് പറഞ്ഞാലും കുറേയൊന്നും ഞാൻ വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല. കാരണം വീഡിയോ എടുത്തൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് താമസം വരും. ഓൾമോസ്റ്റ് ഞാൻ എപ്പോഴും എൻ്റെ ജോലികളും കാര്യങ്ങളൊക്കെ ഇച്ചിരി താമസമാണ് എല്ലാ കാര്യങ്ങൾക്കും. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറയും പോലെ തന്നെ വീഡിയോ കൂടെ എടുത്ത് വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് താമസിക്കും കേട്ടോ. പിന്നെ ചേട്ടനും എബിയും കൂടെ ഞങ്ങളുടെ വീടിൻ്റെ പുറകു വശമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് അവർ രണ്ടും കൂടെ നിന്ന് കേട്ടോ. അപ്പോൾ മഴയും കൂടെ ആയപ്പോഴത്തേക്ക് ഒരുപാട് പുല്ലൊക്കെ വളർന്ന് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരു രീതിയായി. പിന്നെ കൂടെ തന്നെ അവർ അശയും കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടുപേരും അവരുടെ ഡ്രസ്സുകളൊക്കെ നനച്ചും കുറച്ചൊക്കെ ഇട്ടിട്ടു. കുറച്ച് ഡ്രസ്സൊക്കെ ടെറസിനും കൊണ്ടിട്ടു കേട്ടോ. അപ്പോൾ കുറേ നാളായി ചീരത്തോരൻ കഴിച്ചിട്ട്. എനിക്ക് ചീരത്തോരനൊക്കെ ഇലക്കറികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ചീരത്തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടി അരിഞ്ഞു കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഈ സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡ് എങ്ങനെയുണ്ടെന്ന്, സൗണ്ട് കേൾക്കുമെന്നൊക്കെ ചോദിച്ചവരും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൽ സൗണ്ടൊന്നും കേൾക്കാറൊന്നുമില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ അരിയുമ്പോൾ ആ ഒരു പാടിങ്ങനെ വീഴും. അതിപ്പോൾ നമ്മൾ
ഇത് തടിയുടെ ആയിരുന്നാലും മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും ഇതിലെന്തായാലും പാട് വീഴും. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ഒരു പാട് വീഴും, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ഒരു സംഭവം, ഒരു പാത്രം മോൾഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതും എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. ഇനി എനിക്ക് എന്തായാലും ഇത് എക്സ്ചേഞ്ചോ റിട്ടേണോ ചെയ്യാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ളതൊക്കെ വീട്ടിൽ ആവശ്യത്തിന് എടുക്കാം, ഏറ്റവും വലുത് മാത്രം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നീട് ഇതാ തേങ്ങയൊക്കെ ചിരണ്ടി കറികൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ നിന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും തോരനാണ് വെക്കുന്നത്. തോരന് വേണ്ടിയിട്ടാണ് തേങ്ങ ചിരണ്ടിയത്. പിന്നെ എന്തോ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ വറുക്കുകയും കറി വെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചീരത്തോരൻ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീരത്തോരൻ, ഞാൻ പറഞ്ഞില്ലേ മുമ്പത്തെ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വെച്ചത് പച്ചടിയായിരുന്നു കേട്ടോ, വെള്ളരിക്ക പച്ചടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഫുഡും കഴിച്ചിട്ട് കുടുംബശ്രീക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചെന്നപ്പോൾ തന്നെ സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് കുടുംബശ്രീക്ക് അങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും അവിടത്തതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നേരെ എനിക്ക് വിപ്പിംഗ് ക്രീം വെങ്ങാനൂരിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട് തന്നെ വേറൊരു കടയാണ്, നമ്മുടെ SBI ബാങ്കിൻ്റെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴും ഫ്രഷ് ക്രീം മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രഷ് ക്രീം നമുക്ക് ഒരു തവണ ഉപയോഗിക്കാൻ പറ്റും, അത് ഫ്രിഡ്ജിൽ സ്റ്റോറേജ് ചെയ്ത് വെക്കാനും പറ്റത്തില്ല, നമ്മളത് മറ്റേ ബീറ്റ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ടായിരുന്നില്ല. വിപ്പിംഗ് ക്രീം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നീട് വിഴിഞ്ഞത്താണ് പോയത്. ഈ ഒരു കടയുടെ പേര് എനിക്ക് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ചേച്ചിയാണ് പറഞ്ഞത് കേട്ടോ. നമ്മുടെ വിഴിഞ്ഞത്തെ തിയേറ്റർ ജംഗ്ഷൻ്റെ അടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയിട്ടാണ് ഞാൻ ബാക്കി എല്ലാ സാധനങ്ങളും എടുത്തത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഫ്രഷ് ക്രീം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ പോകുന്ന സമയത്തും തലേ ദിവസം ശനിയാഴ്ചത്തെ പൈസയും അന്നാണ് ഞങ്ങൾ ATM പോയി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ATM ഒരു പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് CDM ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പൈസ ഇടുന്നത്. അപ്പോൾ അവിടെ നിന്നും ക്യാഷ് കളക്ട് ചെയ്തതിന് ശേഷം ഞാനും ചേട്ടനും കൂടെ നേരെ വിഴിഞ്ഞത്തോട്ട് പോയിട്ട്, അപ്പോൾ ആദ്യം വണ്ടിയിലെ പെട്രോളൊക്കെ അടിക്കാനുണ്ടായിരുന്നു, അതും അടിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് കേക്കിൻ്റെ മോൾഡും കാര്യങ്ങളും അങ്ങനത്തെ ഒരു ഐറ്റംസും ഇവിടെ ഇല്ല. ബാക്കി ബേക്ക് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. കേക്കിൻ്റെ ഡെക്കറേഷൻ സാധനങ്ങളായിരുന്നാലും എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ചേട്ടന് ഫ്രഷ് ക്രീമാണ് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫ്രഷ് ക്രീം വേണ്ട, വിപ്പിംഗ് ക്രീം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എപ്പോഴും ഇങ്ങോട്ട് വരണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ നിന്നിട്ട് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തായാലും ഇങ്ങോട്ട് വരണ്ടല്ലോ. ഫ്രഷ് ക്രീം ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനവും കൂടെയാണ്, അപ്പോൾ തീർന്നും പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും 2 ബോട്ടിൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെക്കറേഷൻ്റെ സാധനങ്ങളും എല്ലാം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി പാത്രങ്ങളും മോൾഡുകളും വാങ്ങിക്കാൻ എന്തായാലും പരവംകുന്ന് വരെ പോകേണ്ടതുണ്ട്. അതെന്തായാലും അടുത്ത ആഴ്ച പോകാമെന്ന് വിചാരിച്ചു. ഈ ആഴ്ച എന്തായാലും ചെയ്യുന്നില്ല. ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ആ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിച്ച സൂപ്പർ മാർക്കറ്റ്. അവിടെ നേരെ ഞാൻ ബീനയുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നും അവിടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് അവിടെ ആൻറ്റിയുടെ പള്ളിയിൽ നിന്നുള്ള പ്രാർത്ഥനയായിരുന്നു. അവിടുത്തെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ, ഇനി 1-2 ദിവസം കൂടെ കഴിഞ്ഞതിന് ശേഷം ഇവരെ നേരെ അവിടെ കുടുംബ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.